ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായി നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ദൈവവചനത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് പകലും കർത്താവ് ഹല്ലേലൂയ ചെയ്ത അത്ഭുതങ്ങളും കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നും ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതായിരിക്കും നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23 ചില വാക്യങ്ങൾ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ കാണുന്നൊരു കാര്യമാണ്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞാൽ അവന് യാതൊരു പ്രയോജനവുമില്ല. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകരും എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? ഈ ലോകത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലർ ധനം സമ്പാദിക്കുവാൻ ഓടുന്നു, ചിലർ വീടിന് മേൽ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിക്കുമോ അതിൻ്റെയൊക്കെ പുറകെ ഓടുന്ന ഒരു കൂട്ടം ജനത്തെ നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളഞ്ഞാൽ ഹല്ലേലൂയ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇനമനുജനനം എടുത്ത യേശുരാജൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൾ അവനെ തള്ളാതെ, ഏറ്റുകൾ അവനെ തള്ളാതെ. ഹീനമനുജനനം എടുത്ത യേശുരാജനിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൾ അവനെ തള്ളാതെ, ഏറ്റുകൾ അവനെ തള്ളാതെ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സകല മഹിമയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന ഹല്ലേലൂയ ഈ കർത്താവിനെ ഹല്ലേലൂയ അന്ത്യം വരെ സേവിപ്പാൻ, ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ഈ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അനേകരെ നേടുവാൻ തക്കണം ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ദൈവവചനം പറയുന്ന പോലെ തന്നെ ഹല്ലേലൂയ ഒരു മനുഷ്യൻ സർവ്വലോകവും നേരിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.